നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. പച്ചരി വില കുത്തനെ ഉയരുന്നു. കിലോഗ്രാമിന് 40 മുതൽ 47 രൂപ വരെയാണ് മൊത്ത വിപണിയിലെ വില. 3 മാസം മുമ്പ് 30-ൽ താഴെയായിരുന്നു വില. ഡിസംബർ അവസാനത്തോടെയാണ് പച്ചരി വില ഉയർന്നത്. പ്രധാനമായും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക എന്നീ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പച്ചരി എത്തുന്നത്. ഇതിൽ 80% തമിഴ്നാട്ടിൽ നിന്നാണ് എത്തുന്നത്. തമിഴ്നാട്ടിൽ പൊങ്കൽ പ്രമാണിച്ച് പച്ചരിക്ക് ഡിമാൻഡ് ഏറിയതോടെയാണ് പച്ചരിക്ക് വില കൂടാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. അഫ്ഗാൻ താലിബാനെതിരെ രൂക്ഷ വിമർശനവുമായി നൊബേൽ ജേതാവ് മലാല യൂസഫ്സായി. താലിബാൻ ലിംഗവിവേചനം നടപ്പാക്കുകയാണെന്നും സംസ്കാരത്തിന്റെയും മതത്തിന്റെയും ന്യായം പറഞ്ഞ് അതിന്റെ മറവിൽ തങ്ങളുടെ കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കുകയാണെന്നും മലാല തുറന്നടിച്ചു. ഇസ്ലാമാബാദിൽ രാജ്യാന്തര കോൺഫറൻസിൽ മുസ്ലിം രാജ്യങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു മലാല. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ടിബറ്റിൽ ഉണ്ടായത്. 100-ലധികം പേരുടെ മരണത്തിനും ഭൂചലനം കാരണമായി. ടിബറ്റിന് പിന്നാലെ ഇന്ത്യയിൽ ഉത്തരാഖണ്ഡിലും ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതയാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്. എന്നാൽ ഭൂകമ്പം ഏത് സമയത്ത് സംഭവിക്കുമെന്നോ ഏത് പ്രദേശത്തായിരിക്കുമെന്നോ പ്രവചിക്കാൻ വിദഗ്ധർക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് 22,000 ടൺ സ്വർണമാണെന്നാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ 26 വർഷത്തിനിടയിൽ ആഭരണങ്ങളും സ്വർണക്കട്ടികളും നാണയങ്ങളും നിർമ്മിക്കാനായി രാജ്യം ഇറക്കുമതി ചെയ്തതിന് തുല്യം വരും ഇത്. വെറുതെ ഇരിക്കുന്ന ഈ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ഇറക്കുമതിയുടെ അളവ് കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. കൈവശമുള്ള സ്വർണം നിശ്ചിത കാലയളവിലേക്ക് നിക്ഷേപിക്കാനാകുന്ന ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം പുനരുജ്ജീവിപ്പിക്കണമെന്നാണ് ആവശ്യം. കേക്ക് വിവാദത്തിന് ശേഷം പ്രതികരണവുമായി പാണക്കാട് തങ്ങൾ. ആരെങ്കിലും ക്ഷണിച്ചാൽ പോവുക, തരുന്നത് ഭക്ഷിക്കുക, കുഴിമന്തി തന്നെ വേണമെന്ന് പറയരുതെന്നും സാദിഖ് അലി തങ്ങൾ. ആരെയും വെറുപ്പിക്കേണ്ടതില്ലെന്നും ഇതര മതസ്ഥരോട് സാഹോദര്യം കാത്തു സൂക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ബന്ധങ്ങളുടെ കണ്ണി പൊട്ടാതെ കാത്തു സൂക്ഷിക്കണം. ചുറ്റുമുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കാര്യങ്ങളോട് വിവേകത്തോടെ പ്രതികരിക്കണമെന്നും പക്വതയില്ലാത്ത വാക്കുകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കരുതിയിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.